മേയർ ഡ്രൈവർ തർക്കത്തിൽ സാഹചര്യ തെളിവുകൾ തേടുകയാണ് പോലീസ്. സംഭവം പുനരാവിഷ്കരിച്ചു അന്വേഷണ സംഘം. ബസ്സും കാറും ഒഴിച്ച് ശനിയാഴ്ചയാണ് പോലീസ് പരിശോധന നടത്തിയത്. പോലീസ് മാത്രമല്ല, റിപ്പോർട്ടർ വാർത്താ സംഘവും ആ സംഭവം ഒന്ന് പുനരാവിഷ്കരിച്ചു. നമുക്കതൊന്ന് കാണാം. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, മേയറും ഡ്രൈവറും തമ്മിൽ നടന്ന നട്ടപ്പാതിരാക്ക നടുറോഡിൽ നടന്ന തർക്കം. പട്ടം പ്ലാമൂട് മുതലാണ് ഈ തർക്കങ്ങളുടെ തുടക്കം. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടം പ്ലാമൂട് കൂടിയാണ്. പ്ലാമൂട് പട്ടത്തുനിന്ന് വരുന്നു, പ്ലാമൂട് എത്തുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മേയറും സംഘവും സഞ്ചരിച്ച വാഹനം ഇതുപോലൊരു KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡ്രൈവർ അനുവദിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കമാണ് വലിയ വിവാദത്തിലേക്കൊക്കെ മാറിയത്. പിന്നീട് ആ തർക്കത്തിൻ്റെ കാമ്പായി മാറിയത്, ആധാരമായി മാറിയത്, ഇതുപോലെ ബസ്സിൽ ഓടിച്ചുകൊണ്ടിരുന്ന യദു ഡ്രൈവർ സീറ്റിലിരുന്നു കൊണ്ട് മേയർക്ക് നേരെ അല്ലെങ്കിൽ മുന്നിൽ പോയ ഇതുപോലൊരു കാറിലെ പിൻസീറ്റിലിരുന്ന വനിതാ യാത്രക്കാരെ നോക്കി ഒരു ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ളതാണ്. മേയർ പറയുന്നത്, ഇതുപോലെ ബസ് പിന്നിൽ വരുന്നു, കാറിൻ്റെ ബാക്കിൽ ഞാനും മറ്റൊരാളും ഇരിക്കുന്നു, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർ ചെയ്തു, അവിടെ നിന്ന് ലൈംഗിക അധിക്ഷേപം കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന കന്റോൺമെന്റ് പോലീസ് കഴിഞ്ഞ ദിവസം ഒരു പരിശോധന നടത്തി. റോഡിൽ പ്ലാമൂട് മുതൽ PMG വരെ ഈ മേയറും സംഘവും സഞ്ചരിച്ച കാർ ഇറക്കുന്നു. അതുപോലെ തന്നെ ഒരു KSRTC ബസ് കൊണ്ടുവരുന്നു. എന്നിട്ടും ഈ ബസ്സും കാറും ഓടിച്ചു നോക്കിയിട്ടാണ് ഒരു പരിശോധന. ഞങ്ങളിപ്പോൾ പ്ലാമൂട് എത്തിയിരിക്കുകയാണ്. കൃത്യം പ്ലാമൂട് എത്തി. ഈ പ്ലാമൂട് മുതലാണ് ഈ തർക്കങ്ങളുടെയൊക്കെ തുടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തർക്ക കേന്ദ്രമായി ആ ഒരു ഇടനാഴിയായിട്ട് മാറിയിരിക്കുന്നത് ഈ പ്ലാമൂട് മുതൽ അങ്ങോട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പോലീസ് പ്രധാനമായും പരിശോധിച്ചത് ഇതുപോലെ ഒരു KSRTC ബസ് പിൻഭാഗത്തോട് വരുന്നു. അതിന് മുന്നിൽ കൂടി ഒരു കാറ് പോകുന്നു. എന്നെ പോലെ മേയറും ഒപ്പമുള്ളയാളും ഈ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നു. ഈ ബാക്ക് സീറ്റിലിരുന്നു കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ കാണിക്കുന്ന പ്രവൃത്തി, ഒരു ആംഗ്യം, അത് കാണാനാകുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിച്ചത്. പോലീസിന്റെ കണ്ടെത്തൽ, അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, യദു അങ്ങനെ ഒരു ലൈംഗിക അധിക്ഷേപം കാണിച്ചിട്ടുണ്ട് എങ്കിൽ, അതുപോലൊരു ബസ്സിലിരുന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വാഹനത്തിൽ പോകുന്നവർക്ക് അത് കാണാനാകും എന്ന് പോലീസ് ഒരു പരിശോധന നടത്തി തെളിയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ ദൃശ്യങ്ങളും പോലീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഈ രീതിയിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരാൾ നോക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഡ്രൈവർ അവിടെ ഇരുന്ന് ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടാകും. അങ്ങനെ അത് കാണാൻ പറ്റുമെന്ന് ദൃശ്യങ്ങളിലൂടെ തന്നെ കോടതിയെ സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിനുള്ള ദൃശ്യങ്ങളും ആ പരിശോധനയുടെ ദൃശ്യങ്ങളൊക്കെ പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പകൽ സമയത്താണ്. അത് പോലീസിൻ്റെ പരിശോധനയുടെ ഒരു സ്വഭാവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. ആ സംഭവം നടന്നത് രാത്രിയാണ്. ആ രാത്രി പോലീസിൻ്റെ ആ പരിശോധനയും രാത്രിയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് വേറൊരു സൈഡിൽ നിർത്തുന്നു. നമ്മൾ ഈ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി പകൽ സമയത്ത് ഷൂട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി സൈബർ ഇടങ്ങളിൽ രാത്രി നടന്ന സംഭവം റിപ്പോർട്ടർ TV പകലെടുത്ത് പ്രേക്ഷകരെ കണ്ണിൽ പൊടിയിടുന്നു എന്ന ആക്ഷേപവുമായി സൈബർ ഇടങ്ങളിലേക്ക് വെട്ടുകിളികൾ വരേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഇനി അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ MLA സച്ചിൻ ദേവിനെതിരെ സാക്ഷിമൊഴി. തർക്കത്തിനിടെ MLA ബസ്സിൽ കയറിയെന്ന കണ്ടക്ടറും യാത്രക്കാരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റിലും MLA ബസ്സിൽ കയറിയെന്ന് സ്ഥിരീകരിക്കുന്നു. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിനിടെ മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമിച്ചെന്നായിരുന്നു യദുവിന്റെ ആരോപണം. എന്നാൽ മേയർ അത് നിഷേധിച്ചിരുന്നു. പക്ഷേ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയെന്ന് സ്ഥിരീകരിക്കുന്ന സാക്ഷിമൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കണ്ടക്ടറും ബസ്സിലെ യാത്രക്കാരനുമാണ് ഇക്കാര്യത്തിൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ബസ്സിൽ കയറിയ MLA വാഹനം തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചതായും മൊഴിയിലുണ്ട്. കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിലും MLA ബസ്സിൽ കയറിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം MLA യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമിച്ചോ എന്നതിൽ സാക്ഷിമൊഴികളിൽ വ്യക്തതയില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സച്ചിൻ ദേവ് MLA KSRTC ബസ്സിൽ കയറി എന്നുള്ളത് വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഒരു ആംഗ്യം കാണിച്ചാൽ സമാന്തരമായി പോകുന്ന കാറിലുള്ള ആളുകൾക്ക്, മുന്നിലുള്ള കാറിലെ ആളുകൾക്ക് അത് കാണാൻ കഴിയും എന്നുള്ള ഒരു ടെസ്റ്റും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇനി അറിയേണ്ടത് ഈ ഡ്രൈവർക്ക് പറയാനുള്ളത് എന്താണ്? യദുവിനെക്കുറിച്ച് കുറച്ച് കാലമായി വിവരമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു. പരിശോധനകൾ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ നമുക്ക് യദുവിനോട് ചോദിക്കണം, എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത്. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി, അതുപോലെ തന്നെ ട്രിപ്പ് ഷീറ്റിൽ, ആ ദിവസത്തെ ട്രിപ്പ് ഷീറ്റിൽ ഇക്കാര്യം കണ്ടക്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തേച്ചുമാച്ച് കളയാൻ കഴിയാത്ത തരത്തിൽ അങ്ങനെ ഒരു വസ്തുത ഒരു ഭാഗത്ത് നിൽക്കുന്നു. നടത്തിയ പരിശോധന, രാത്രിയിൽ ഇങ്ങനെയൊരു ആംഗ്യം കാണിച്ചത് കാറിലുള്ളവർ കണ്ടു എന്നത് തെളിയിക്കാൻ ഇന്നലെ ശനിയാഴ്ച നടത്തിയ പരിശോധന കൊണ്ട് മാത്രമേ കഴിയുമോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മെമ്മറി കാർഡ് എവിടെയാണ്, മെമ്മറി കാർഡ് കിട്ടണം എന്നുള്ള കാര്യവും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനും MLA ആവശ്യപ്പെട്ടു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർവീസ് എന്തുകൊണ്ട് മുടങ്ങി, അതിന്റെ കാരണം KSRTC കൊടുക്കണം. അതുകൊണ്ടാണ് ട്രിപ്പ് ഷീറ്റിൽ ഇക്കാര്യം കണ്ടക്ടർ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് വിവരം.